സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദിയിൽ സുരക്ഷാ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് 18 നിബന്ധനകൾ സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ വൻതുക പിഴ ലഭിക്കും. CCTV ക്യാമറകൾ പകർത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചാൽ 20,000 റിയാലാണ് പിഴ. ഇത്തരം വിവിധ നിയമലംഘനങ്ങൾക്കുള്ള പിഴകൾ സംബന്ധിച്ച വിശദവിവരം ഇത്തരം പിഴ അടക്കാൻ മന്ത്രാലയം ഏർപ്പെടുത്തിയ ഈഫ ആപ്പിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞാലും 20,000 റിയാൽ പിഴ ചുമത്തും. ക്യാമറകളും റെക്കോർഡിംഗ് സംവിധാനവും കേടുവരുത്തിയാൽ 20,000 റിയാലാണ് പിഴ. പൊതുസുരക്ഷാ വകുപ്പിന്റെ അനുമതി വാങ്ങാതെ തെർമൽ ക്യാമറകൾ സ്ഥാപിച്ചാൽ 10,000 റിയാലാണ് പിഴ. ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ക്യാമറകളും അനുബന്ധ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചാൽ 500 റിയാലാണ് പിഴ. ലേഡീസ് ബ്യൂട്ടി പാർലറുകൾ, സ്പാകൾ, വിവിധതരം ക്ലബ്ബുകൾ എന്നിവയ്ക്കുള്ളിൽ സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കൽ, ഹോട്ടലുകളും ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റുകളും അടക്കമുള്ള ടൂറിസ്റ്റ് താമസ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, മെഡിക്കൽ പരിശോധനാ മുറികളിലും ഫിസിയോതെറാപ്പി മുറികളിലും കിടത്തി ചികിത്സയ്ക്കുള്ള മുറികളിലും വസ്ത്രം മാറുന്ന മുറികളിലും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ, പൊതുസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണം പ്രവർത്തിപ്പിക്കൽ, ടോയ്ലറ്റുകൾക്കകത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കൽ എന്നീ നിയമലംഘനങ്ങൾക്കും 10,000 റിയാലാണ് പിഴ. CCTV സ്ഥാപിച്ചിരിക്കുന്നത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപനത്തിന്റെ മുഴുവൻ പ്രവേശന കവാടങ്ങളിലും പുറത്തേക്കുള്ള വഴികളിലും സ്ഥാപിച്ചില്ലെങ്കിലും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ക്യാമറകൾ സ്ഥാപിച്ചില്ലെങ്കിലും 1000 റിയാൽ പിഴ ചുമത്തും. നിയമം അനുശാസിക്കുന്ന കാലം വരെ ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ 5,000 റിയാലാണ് പിഴ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ പൊതുസുരക്ഷാ വകുപ്പിന്റെയോ കോടതി ഉത്തരവിന്റെയോ അനുമതിയില്ലാതെയും അന്വേഷണ ഏജൻസികളുടെ അപേക്ഷ കൂടാതെയും ക്യാമറ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയോ മായ്ച്ചു കളയുകയോ ചെയ്യുന്നതും കുറ്റകരമാണ്. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജിദ്ദ മുനിസിപ്പാലിറ്റി നടത്തിയ പരിശോധനയിൽ അസീസിയ ജില്ലയിൽ നിന്നും കാറിൽ സൂക്ഷിച്ച നിലയിൽ 290 കിലോ കേടായ മത്സ്യം പിടിച്ചെടുത്തു. നഗരത്തിലെ താമസക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മുനിസിപ്പൽ നിയമലംഘനങ്ങൾ തടയുന്നതിനുമായി മുനിസിപ്പാലിറ്റി നടത്തുന്ന പരിശോധനാ ക്യാമ്പയിനുകളുടെ ഭാഗമായിട്ടായിരുന്നു പരിശോധനയെന്ന് മുനിസിപ്പാലിറ്റി മേയർ വ്യക്തമാക്കി. ആരോഗ്യപരമോ വാണിജ്യപരമോ ആയ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബലദി ആപ്ലിക്കേഷൻ വഴിയോ 940 എന്ന നമ്പർ വഴിയോ വിവരം അധികൃതരെ അറിയിക്കാൻ മുനിസിപ്പാലിറ്റി അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ഭക്ഷണ പദാർത്ഥങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി വിവിധ പരിശോധനാ പര്യടനങ്ങൾ ശക്തമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഒമാനിലെത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവ്. ഈ വർഷത്തിന്റെ ആദ്യ 7 മാസത്തിൽ 2.3 ദശലക്ഷം സന്ദർശകരാണ് ഒമാനിലെത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 2.4% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ UAEയിൽ നിന്നാണ് എത്തിയത്. 7,14,636 എമിറാത്തികളാണ് ഈ കാലയളവിൽ ഒമാൻ സന്ദർശിച്ചത്. 3,67,166 ഇന്ത്യക്കാരും 1,39,354 യമനികളും ജർമ്മൻ സ്വദേശികൾ 79,439 എന്നിങ്ങനെയാണ് ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യക്കാർ. ഇതേ കാലയളവിൽ ഏകദേശം 4.7 ദശലക്ഷം സന്ദർശകർ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്തു. രാജ്യത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണം മോഷ്ടിച്ച കേസിൽ 4 പേരെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഏഷ്യൻ പ്രവാസികളെ അമറാത്ത് വിലായത്തിൽ നിന്നും മസ്കറ്റ് ഗവർണറേറ്റ് പോലീസാണ് പിടികൂടിയത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. മോഷ്ടിച്ച വസ്തുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം റോവി മേഖലയിലെ സ്വർണ്ണക്കടയിൽ നിന്നും വൻതോതിലുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച അറബ് ഏഷ്യൻ രാജ്യക്കാരായ 8 പേരെയും പോലീസ് പിടികൂടിയിരുന്നു. മോഷണക്കുറ്റങ്ങൾ കുറയ്ക്കുന്നതിനായി കടകളുടെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉടമകൾ സ്ഥാപനങ്ങളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഒമാനിലേക്ക് കൂടുതൽ ക്രൂയിസ് സന്ദർശകരെ ആകർഷിക്കാൻ 2 പുതിയ വിസകൾക്ക് അധികൃതർ തുടക്കം കുറിച്ചു.
10 ദിവസം 1 മാസം കാലാവധിയുള്ള വിസകളാണ് പുതുതായി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ 10 ദിവസത്തേക്കുള്ളത് സൗജന്യ വിസയായിരിക്കും. വിദേശികളുടെ താമസ നിയമത്തിലെ എക്സിക്യൂട്ടീവ് റെഗുലേഷൻസിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് പോലീസ് ആൻഡ് കസ്റ്റംസ് ഇൻസ്പെക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഹസൻ ബിൻ മുഹസിൻ അൽ ഷറാക്കിയാണ് തീരുമാനം നമ്പർ 132/2024 പുറപ്പെടുവിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 10 ക്ലോസ് 3 ഭേദഗതി വരുത്തിയാണ് ഉത്തരവിൽ പറയുന്നുണ്ട്. 10 ദിവസത്തെ സൗജന്യ വിസ ആഡംബര കപ്പലിലെ ജീവനക്കാർ, യാത്രക്കാർ എന്നിവർക്കാണ് അനുവദിക്കുക. ഇതിന് ഏജന്റ് മുഖേന അപേക്ഷിക്കണം. വിസ അനുവദിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ ഒമാനിൽ എത്തുകയും വേണം. ഒമാനിൽ എത്തിയ ശേഷം 10 ദിവസമാണ് വിസ കാലാവധി. ജീവനക്കാർക്കും യാത്രക്കാർക്കും അപേക്ഷിച്ച് 30 ദിവസത്തെ വിസ നേരത്തെ നേടാം. വിസ അനുവദിച്ച് 30 ദിവസത്തിനുള്ളിൽ ഒമാനിൽ എത്തിച്ചേരേണ്ടതാണെന്നും വ്യവസ്ഥയിൽ പറയുന്നു. ഒമാനിൽ ക്രൂയിസ് കപ്പലുകളുടെ സീസൺ ഒക്ടോബർ അവസാന വാരത്തിലാണ് തുടങ്ങാറുള്ളത്. ആഡംബര കപ്പലുകൾ നടത്തുന്ന ടൂറിസം പാക്കേജുകൾ പലതും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിവെക്കാറുണ്ട്. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയവും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കമ്പനിയുമായി സഹകരിച്ച് കൂടുതൽ വിനോദസഞ്ചാരികളെ എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളും തേടാറുണ്ട്. കപ്പൽ വിനോദസഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഒമാനെ മാറ്റാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. രാജ്യത്തിൻ്റെ 3165 ചതുരശ്ര കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശം ഇതിന് അനുയോജ്യമായിരിക്കും. മത്രാസ് സൂക്കിലാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത്. വിമാനയാത്രക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പുതിയ നിയമം പുറത്തിറക്കി. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ മന്ത്രിതല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാർക്ക് അനുകൂലമായ നിയമം നടപ്പിലാക്കിയിരിക്കുന്നത്. യാത്രക്കാർ പാലിക്കേണ്ട നിയമനിർദ്ദേശങ്ങളും വിമാനക്കമ്പനികൾ പാലിക്കേണ്ട നിയമങ്ങളും പുതിയ ഉത്തരവിലുണ്ട്. വിമാനം വൈകിയാൽ താമസ സൗകര്യം വൈകിയതുമൂലം യാത്രക്കാരനുണ്ടായ പ്രയാസങ്ങൾക്കും നഷ്ടങ്ങൾക്കും പരിഹാരം നൽകൽ എന്നിവ നേരത്തെ തന്നെ ഒമാന്റെ ഏവിയേഷൻ നിയമത്തിലുണ്ട്. പുതിയ നിയമം അനുസരിച്ച് വിമാനക്കമ്പനികൾ യാത്രക്കാരോട് പാലിക്കേണ്ട വ്യവസ്ഥകളും വ്യക്തമാക്കുന്നു. ഇതനുസരിച്ച് യാത്രക്കാരിൽ നിന്നും നേരത്തെ പ്രഖ്യാപിച്ചതല്ലാത്ത ഫീസുകളോ അധിക നിരക്കുകളോ ഈടാക്കാൻ പാടില്ല. ഇങ്ങനെ അധിക ബുക്കിംഗ് മൂലം യാത്രക്കാരൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ യാത്ര മുടക്കേണ്ടി വന്നാൽ വിമാനക്കമ്പനികൾ യാത്രക്കാരൻ്റെ അവകാശങ്ങൾ രേഖാമൂലം നൽകണം. യാത്രക്കാരന് അതേ വിമാനക്കമ്പനിയുടെ മറ്റ് വിമാനങ്ങളിലോ മറ്റ് വിമാനക്കമ്പനിയുടെ വിമാനത്തിലോ യാത്ര ചെയ്യാൻ അവസരമൊരുക്കണം. ഇത്തരം അവസരത്തിലുണ്ടാകുന്ന നിരക്ക് വ്യത്യാസം വിമാനക്കമ്പനികൾ നൽകണം. അതേ വിമാനത്തിൽ ഉയർന്ന ക്ലാസുകളിൽ സീറ്റുകളുണ്ടെങ്കിൽ അധിക നിരക്കുകൾ ഈടാക്കാതെ ഈ സീറ്റുകൾ ലഭ്യമാക്കണം. വിമാനം റദ്ദാക്കി 2 മണിക്കൂറിനുള്ളിൽ പുതിയ യാത്രാ സൗകര്യം ഒരുക്കുകയാണെങ്കിൽ യാത്രക്കാരന് ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. നിശ്ചിത സമയത്തിന് 2 മുതൽ 6 മണിക്കൂറിനുള്ളിൽ വൈകിയാണ് യാത്ര പുറപ്പെടുന്നതെങ്കിൽ ടിക്കറ്റിൻ്റെ 50% നഷ്ടപരിഹാരമായി ആവശ്യപ്പെടാവുന്നതാണ്. നിശ്ചിത സമയത്തിന് 6 മണിക്കൂറിലധികം വൈകിയാണ് വിമാനം ബോർഡിംഗ് നടത്തുന്നതെങ്കിൽ യാത്രക്കാരന് വിമാനക്കമ്പനിയോട് നഷ്ടപരിഹാരം ആവശ്യപ്പെടാം.